കഴിഞ്ഞ ദിവസം 2020 ലോകകപ്പിൽ ഇന്ത്യയോട് അതിദയനീയമായി തന്നെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ പരാജയപ്പെട്ടത് സാധാരണ ഒരു രാജ്യം ഒരു കളിക്കടയിൽ പരാജയപ്പെടുന്നത് ആരാധകർക്കിടയിൽ വലിയ വിഷമം ഉണ്ടാക്കുമെങ്കിലും ഒരു രാജ്യത്ത് അത് വലിയ പ്രകമ്പനങ്ങളൊന്നും സൃഷ്ടിക്കില്ല. പക്ഷേ ഇന്ത്യയോടാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ അത് രാഷ്ട്രീയപരമായും ഭരണപരമായും ഒക്കെ വലിയ പ്രശ്നത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ ക്രിക്കറ്റ് ടീമിൽ തന്നെ ഭിന്നത തുടങ്ങിയിരിക്കുന്നു. അതിൽ തന്നെ പലരെയും പുറത്താക്കണമെന്ന് ടീമംഗങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന അവസ്ഥ. സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ഒപ്പം അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ് പാകിസ്ഥാന്റെ, അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നു. ഷഹബാസ് ഷെരീഫിന് എല്ലാ കുറ്റവും അദ്ദേഹത്തിന്റെ തലയിൽ ചുമത്തുന്നു. ഏതായാലും ക്രിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചായാലും പാകിസ്ഥാൻ സംബന്ധിച്ചായാലും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഒരു പരാജയം ഒരുപക്ഷെ ആരാധകരെ ഒരുപാട് നിരാശരാക്കും. പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യവുമായിട്ടുള്ള പരാജയമായാലും വിജയമായാലും ഒക്കെ അത് ജനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ടെൻഷൻ അടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ജനത്തിന്റെ മുകളിലേക്ക് കഴിഞ്ഞ ദിവസം പാക് സർക്കാർ പെട്രോളിനും ഡീസലിനും ഭീമമായ ഒരു തുക ചാർത്തിക്കൊടുത്തു. പെട്രോളിന് 5 രൂപ വർദ്ധിപ്പിച്ചു, ഡീസലിന് 7 രൂപ 32 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ പെട്രോളിന് 258.17 രൂപയായി പാകിസ്ഥാനിൽ, ഡീസലിന് 275.7 രൂപയുമായി മാറുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന പാക് ജനത, അതിനിടയിലാണ് ഇന്ത്യയുമായി ദയനീയമായ ഒരു പരാജയം. അതിലൊക്കെ വിഷമിച്ച് തലപുണ്ണാക്കിയിരിക്കുന്ന ആ പാക് ജനതയുടെ മുകളിലേക്കാണ് പാക് ഭരണകൂടം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇന്ധന വില വർധനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി തന്നെ വലിയ വിലക്കയറ്റമാണ് അവിടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ. മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഗോതമ്പിനൊക്കെ 2000-ന് മുകളിലാണ് ഗോതമ്പിന്, പാൽപ്പൊടി തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ. അങ്ങനെ നട്ടം തിരിയുന്നു. ഒരു ഭാഗത്ത് പവർ കട്ട് 14 മണിക്കൂറും 18 മണിക്കൂറുമായി ഇസ്ലാമാബാദിലടക്കം തുടരുന്ന ഒരു സാഹചര്യം, പല ആവശ്യ വസ്തുക്കളും കിട്ടാത്ത ഒരു സാഹചര്യം, മരുന്ന് പോലും ഇപ്പോൾ എങ്ങും നിന്നും കിട്ടാത്ത ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു തിരിച്ചടി. അതായത് ഒന്നിനു മേൽ ഒന്നായി തന്നെ ജനങ്ങൾ ഇതെല്ലാം സഹിക്കണം. മാനസിക സന്തോഷത്തിന് വേണ്ടി സ്പോർട്സിൽ ക്രിക്കറ്റ് കാണാമെന്ന് കരുതിയാൽ അവിടെയും കനത്ത പരാജയം തന്നെയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്.